നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഫുട്ബോൾ പ്രേമികൾക്കൊരു വല്ലാത്ത ദിവസമാണ്. കാരണം 18 UCL മത്സരങ്ങൾ ഒരുമിച്ച് രാത്രി 1:30 കിക്ക് ഓഫാണ്. അപ്പോൾ ഓരോ കളിക്കും വലിയ പ്രാധാന്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കളികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് ഒരു ഹാഫ് ജോക്കായിട്ട് ചോദിച്ചു, അപ്പോൾ എല്ലാ ടീമുകൾക്കും വിജയിക്കുക വളരെ പ്രധാനമാണല്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല. കാരണം 2 ടീമുകൾക്ക് തോറ്റാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. ആര്? ബയേൺ ബാഴ്സലോണയും ഓൾറെഡി റൗണ്ട് ഓഫ് 16ലാണ്. പിന്നെ വേറെ 4 ടീമുകളുണ്ട്. അവർക്കിനി ജയിച്ചിട്ടെന്ത്? അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം 4 ടീം പുറത്തായവരാണ്. ബാക്കി ടീമുകളുണ്ടല്ലോ, 30 ടീമുകൾ, അവർക്കൊക്കെ ജയിച്ചേ പറ്റൂ. കോപ്പൻഹേഗൻ അതിൽപ്പെട്ടൊരു ടീമാണ് കോപ്പൻഹേഗൻ. പക്ഷെ അവർ നേരിടുന്നത് FC ബാഴ്സലോണയെ ക്യാമ്പ് നൗവിലാണ്. കോപ്പൻഹേഗൻ 7 കളി 8 പോയിൻ്റ് 26ാം സ്ഥാനത്താണ്. 24-ലെങ്കിലും എത്തിയാലേ അടുത്ത റൗണ്ട് ഓഫ് 16 മുന്നോടിയായിട്ടുള്ള പ്ലേ ഓഫെങ്കിലും കിട്ടും. അവർക്ക് 8 പോയിൻ്റാണ്. ഇപ്പോൾ 22ാം സ്ഥാനത്തുള്ള PSVക്കും 8 പോയിൻ്റാണ്. നോക്കണം. അപ്പോൾ 22 മുതൽ ഇങ്ങോട്ട് 8 പോയിൻ്റ് തന്നെയാണ്. ഗോൾ ഡിഫറൻസിൻ്റെ കളിയാണത്. പക്ഷേ ഇത് കോപ്പൻഹേഗൻ്റെ എതിരാളികൾ ബാഴ്സയാകുമ്പോൾ വലിയ ഗോൾ ഡിഫറൻസിലൊന്നും അവർക്ക് ജയിക്കാൻ പറ്റില്ല. ജയിക്കുക എന്ന് സംഭവിച്ചാൽ തന്നെ വലിയ കാര്യമായിരിക്കും. അപ്പോൾ അവരുടെ കോച്ച് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോകണം. അദ്ദേഹം പറയുന്നു, ഫുട്ബോളിൽ എപ്പോഴും പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ദർ ആർ ഓൾവേസ് പോസിബിലിറ്റീസ് ആൻഡ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ അവർ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഞങ്ങൾ ഇതിനു മുമ്പും ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്പണൻസ് നേരിട്ടിട്ടുണ്ട്. ബയേണിനെതിരെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാഴ്സയെ നേരിടുന്നു. ഇവർ തീർച്ചയായിട്ടും ഗ്രേറ്റ് അറ്റാക്കേഴ്സുള്ള ടോപ്പ് ടീം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുക എന്നുള്ളതാണ്. കീപ് ഷോർട്ട് ഡിസ്റ്റൻസസ് ആൻഡ് സ്റ്റേ ക്ലോസ് ടു ദി ബോൾ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്തായാലും ഞങ്ങൾക്ക് വേണമെങ്കിൽ 4-5 ഡിഫൻഡേഴ്സിനൊക്കെ വെച്ച് കളിക്കാം. എനിക്കതിലൊരു പ്രോബ്ലവും ഇല്ല. ഇപ്പോൾ മാച്ച് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു ഫോർമേഷനും കൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ബാഴ്സ ആയതുകൊണ്ട് ജയിക്കില്ല എന്നൊന്നുമില്ല. ഇൻ ഫുട്ബോൾ ദർ ആർ ഓൾവേസ് പോസിബിലിറ്റീസ് ആൻഡ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ അവർ പെർഫോമൻസ് എന്നാണ് ഇപ്പോൾ കോപ്പൻഹേഗൻ്റെ കോച്ച് ജേക്കബ് നീസ്ട്രപ്പ് പറയുന്നത്. എന്തായാലും കോപ്പൻഹേഗൻ ഒരു അട്ടിമറി നടത്തുമോ കാത്തിരുന്ന് കാണാം. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.